നമസ്കാരം. ട്രംപിനെ കൊല്ലുന്നത് നെതന്യാഹു. ഇസ്രായേൽ ഒരുക്കിയ ചക്രവ്യൂഹത്തിൽ ട്രംപ്. ഇറാൻ യുദ്ധത്തിലേക്ക് അമേരിക്കയെ തള്ളിയിട്ടത് സത്യത്തിൽ ഇസ്രായേൽ തന്നെയല്ലേ? സ്വന്തം നാട് നോക്കാതെ, സ്വന്തം സൈനികരുടെ ജീവൻ പോലും നോക്കാതെ അവരെ അപകടത്തിലാക്കുന്ന നടപടിയാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നതാണ്. സത്യത്തിൽ നെതന്യാഹുവിൻ്റെ ചക്രവ്യൂഹത്തിൽപ്പെട്ട് രക്ഷപ്പെടാനാകാതെ ട്രംപ് നിലവിളിക്കുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി പുകയുമ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് കമലാ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾ വരുന്നു. അമേരിക്കൻ ജനതയുടെ താല്പര്യങ്ങൾ ബലികഴിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് മനഃപൂർവ്വം വലിച്ചിഴക്കുകയായിരുന്നു എന്നാണ് കമലാ ഹാരിസിന്റെ ആരോപണം. ഡീട്രോയിൽ നടന്ന ഒരു ഡെമോക്രാറ്റിക് പാർട്ടി ഫണ്ട് സ്വീകരണ പരിപാടിയിൽ ട്രംപിനെയും നെതന്യാഹുവിനെയും ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ബോംബ് പ്രയോഗമാണ് കമല ഏർപ്പെടുത്തിയത്. അമേരിക്കൻ ജനത ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു യുദ്ധമുഖത്തേക്കാണ് ട്രംപ് രാജ്യത്തെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം എന്ന് പറയപ്പെടുന്ന നെതന്യാഹു ആണ് എന്ന് കമലാ ഹാരിസ് ആഞ്ഞടിക്കുകയാണ്. നെതന്യാഹു ട്രംപിനെ ഇതിലേക്ക് വലിച്ചിഴച്ചതാണ് എന്ന് തന്നെയാണ് വ്യക്തമായി പറയാൻ കഴിയുമെന്ന് കമല പറയുന്നു. സ്വന്തം സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുന്ന നടപടിയാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയങ്ങൾ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ മാത്രമുള്ളതാണ് എന്ന വിമർശനത്തിന് ഈ പ്രസ്താവന പുതിയ മൂർച്ച നൽകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ആരോപണങ്ങളെ പുച്ഛിച്ചു തള്ളുകയാണ് നെതന്യാഹു ചെയ്തത്. താൻ ട്രംപിനെ യുദ്ധത്തിലേക്ക് നയിച്ചു എന്ന വാർത്തകൾ വെറും കെട്ടുകഥകളാണെന്ന് നെതന്യാഹു പറയുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സുരക്ഷ മുൻനിർത്തി മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് നെതന്യാഹുവിന്റെ വാദം. പക്ഷേ അന്താരാഷ്ട്ര നിരീക്ഷകർ കമലയുടെ വാക്കുകളെ ഗൗരവത്തോടുകൂടി കാണുന്നു. ട്രംപിന് മേൽ നെതന്യാഹുവിനുള്ള അമിത സ്വാധീനം പലപ്പോഴും ചർച്ചയായിട്ടുള്ളതാണ് എന്ന് പറയുന്നു. അതേസമയം ഈ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടപടി കടുപ്പിച്ചതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും ആശങ്ക ഉയരുകയാണ്. അടച്ചിട്ടിരിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും ശത്രുപക്ഷത്തുള്ളവരായി കണക്കാക്കി ആക്രമിക്കുമെന്നാണ് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി അഥവാ IRGC വെളിപ്പെടുത്തുന്നത്. ഇറാൻ തുറമുഖങ്ങളിലും തിരിച്ചുമുള്ള കപ്പലുകൾക്ക് US ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിക്കുന്നതുവരെ കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുമെന്ന് ഇറാൻ പറയുന്നു. ഹോർമൂസ് കടലിടുക്കിന് സമീപം അർണബ്, സൻമാർ ഹെറാൾഡ് എന്നീ 2 ഇന്ത്യൻ ടാങ്കറുകൾക്ക് നേരെ ഇറാൻ സേന വെടിയുതിർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഹോർമൂസ് കടക്കുവാനുള്ള ശ്രമത്തിനിടെയാണ് വെടിവെപ്പ് നടന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒമാനിൽ നിന്ന് 37 കിലോമീറ്റർ വടക്ക് കിഴക്കാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ പിന്നീട് ക്രോസിംഗ് പൂർത്തിയാക്കാതെ ടാങ്കർ മടങ്ങുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇറാൻ US 2ാം ഘട്ട ചർച്ച അനിശ്ചിതമായി തുടരുകയാണ്. 2ാം ഘട്ട ചർച്ചയ്ക്ക് സമയം നിശ്ചയിച്ചിട്ടില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ഖാത്തിസാബെ അറിയിക്കുമ്പോഴും 2ാം ഘട്ട ചർച്ചയ്ക്ക് മുൻപ് ആദ്യം ഇരുപക്ഷത്തിനും യോജിക്കാവുന്ന അടിസ്ഥാന ചട്ടക്കൂട് ഉണ്ടാക്കണമെന്ന് പറയുകയാണ്. അന്താരാഷ്ട്ര നിയമപ്രകാരം തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഉപാധികൾ മാത്രമായി ഇവർ അംഗീകരിക്കുകയുള്ളൂ എന്നാണ്. എന്നാൽ ഇസ്രായേലിന്റെ പുതിയ നീക്കമെന്ന് പറയപ്പെടുന്ന കടുത്ത പ്രതിഷേധവുമായിട്ട് സൗദി അടക്കം 15 അറബ് മുസ്ലിം രാജ്യങ്ങൾ സൊമാലിലാൻഡിൽ നയതന്ത്ര പ്രതിനിധിയെ അയക്കരുത് എന്നുള്ള ആവശ്യം ശക്തമായി പറയുന്നു. സൊമാലിലാൻഡിലേക്ക് നയതന്ത്ര പ്രതിനിധിയെ അയക്കുമെന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപനത്തിനെതിരെ സൗദി അറേബ്യയും പാകിസ്ഥാനും ഉൾപ്പെടെ 15ഓളം രാജ്യങ്ങൾ, 15ഓളം അറബ് മുസ്ലിം രാജ്യങ്ങൾ ഇതുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൊമാലിയൻ ജനതയെ പ്രതിനിധീകരിക്കാനുള്ള അധികാരം സൊമാലിയൻ സർക്കാരിന് മാത്രമാണ് എന്ന് വാദിക്കുമ്പോഴും പ്രതിഷേധിച്ച രാജ്യങ്ങളെ കപടവിശ്വാസികൾ എന്ന് വിശേഷിപ്പിച്ചാണ് സൊമാലിയന്റെ പ്രതികരണം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ എക്സിലൂടെ നിരവധി ചോദ്യങ്ങളും അവർ ഉന്നയിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അൽ ഷബാബിനെയോ ഐസിസിനെയോ താലിബനെയോ അപലപിക്കാത്തത്? ഹിസ്ബുള്ളയെയും ഇറാന്റെ ഭീകര ഗ്രൂപ്പുകളെയും കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ സൊമാലിലാൻഡിൽ പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു വെക്കുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ, ഇസ്രായേലിനുള്ള വെറുപ്പും ഒരു മുസ്ലിം രാഷ്ട്രവുമായിട്ടുള്ള സൊമാലിലാൻഡിൽ സ്വതന്ത്രമാകുന്ന തടയുവാനുള്ള ആഗ്രഹവുമാണ് സത്യത്തിൽ അവിടുത്തെ പ്രതിഷേധത്തിന് പിന്നിൽ നിന്ന് സൊമാലിലാൻഡിൽ തന്നെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഹോൺ ഓഫ് ആഫ്രിക്ക മേഖലയിലെ ഏക ജനാധിപത്യ സമാധാന രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അത് തങ്ങളാണ് എന്നും ഇസ്രായേൽ ആ സത്യം തിരിച്ചറിഞ്ഞ് സഹകരിക്കുകയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇസ്രായേൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന രീതി എന്ന് പറയുന്ന യുദ്ധം
സർവത്ര യുദ്ധം, എവിടെയും യുദ്ധം. സത്യത്തിൽ ഇറാനുമായിട്ടൊരു യുദ്ധത്തിന്റെ സാധ്യതയും സാഹചര്യവും ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ട്രംപിനെ ഒരു ചക്രവ്യൂഹം ഉണ്ടാക്കി ആ ചക്രവ്യൂഹത്തിൽ പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ നെതന്യാഹു ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരുക്കിയ ചക്രവ്യൂഹത്തിൽപ്പെട്ട ട്രംപ് മുന്നോട്ട് പോകുമ്പോഴും ട്രംപിനെ കൊല്ലുന്നത് നെതന്യാഹു തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുക തന്നെ ചെയ്യും.